കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ആദ്യമായി ഇന്ത്യ വിദേശ രാജ്യങ്ങളിൽ നിന്ന് 10 ദശലക്ഷം ടൺ പഞ്ചസാര ഇറക്കുമതി ചെയ്യാൻ പോകുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതും കസ്റ്റംസ് തീരുവ ഒഴിവാക്കിക്കൊണ്ട്. ലോകത്ത് ഏറ്റവും കൂടുതൽ പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുകയും കയറ്റി അയക്കുകയും ചെയ്യുന്ന ഒരു രാജ്യം പെട്ടെന്നൊരു ദിവസം പഞ്ചസാരക്കായി വിദേശ രാജ്യങ്ങൾക്ക് മുന്നിൽ കൈ നീട്ടേണ്ടി വന്ന ഈ അവസ്ഥയ്ക്ക് പിന്നിലെ യഥാർത്ഥ കാരണം എന്താണ്? വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. മുതിർന്ന രാഷ്ട്രീയ നേതാവും മുൻ മന്ത്രിയുമായ എം മണി കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ കൊടുത്ത ഒരു പോസ്റ്റ് ഉണ്ട്. അത് ഇങ്ങനെയാണ്: പെട്രോൾ പുറത്തുനിന്ന് വാങ്ങേണ്ടി വരാതിരിക്കാൻ പെട്രോളിൽ കരിമ്പ് ചേർത്തു. പക്ഷേ കരിമ്പ് അത്രയധികം ചേർത്തു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ പഞ്ചസാര പുറത്തുനിന്ന് വാങ്ങേണ്ടി വരുന്നു. ഒരു ട്രോൾ രൂപത്തിലാണ് അദ്ദേഹം ഇത് എഴുതിയിരിക്കുന്നത് എങ്കിലും നിലവിലെ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ സാമ്പത്തിക കാർഷിക പ്രതിസന്ധിയുടെ ചുരുക്കെഴുത്താണ് ഈ വാക്കുകൾ. കേന്ദ്ര വാണിജ്യ മന്ത്രാലയം നൽകിയ ഉത്തരവ് പ്രകാരം 10 ലക്ഷം മെട്രിക് ടൺ റോ ഷുഗർ തരികളാണ് തീരുവയില്ലാതെ ഇറക്കുമതി ചെയ്യാൻ അനുമതി നൽകിയിരിക്കുന്നത്. ഓണം, ഗണേശ ചതുർത്ഥി, ദീപാവലി തുടങ്ങിയ ആഘോഷ സീസണുകളിൽ രാജ്യത്ത് പഞ്ചസാരയ്ക്ക് വലിയ ക്ഷാമവും കടുത്ത വിലക്കയറ്റവും ഉണ്ടാകുമെന്ന തിരിച്ചറിവാണ് കേന്ദ്ര സർക്കാരിനെ ഈ നിർണായക തീരുമാനത്തിലേക്ക് നയിച്ചത്. നിലവിൽ വിപണിയിൽ പഞ്ചസാരയ്ക്ക് വില കിലോക്ക് 52 രൂപ മുതൽ 55 രൂപ വരെ ഉയർന്നു കഴിഞ്ഞു. ചിലയിടങ്ങളിൽ ഇത് 60 രൂപയിലേക്ക് കടക്കുകയാണ്. വിലക്കയറ്റം തടയാൻ ബൾക്ക് ഉപഭോക്താക്കൾക്ക്, അതായത് വൻകിട മധുര പലഹാര നിർമ്മാതാക്കൾക്കും ബേക്കറികൾക്കും കൂൾ ഡ്രിങ്ക്സ് കമ്പനികൾക്കും 15 ദിവസത്തിൽ കൂടുതൽ ആവശ്യമുള്ള പഞ്ചസാര സ്റ്റോക്ക് ചെയ്യരുത് എന്ന കർശന നിയന്ത്രണവും കേന്ദ്രം ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തുകൊണ്ട് ഇന്ത്യയിൽ പഞ്ചസാര ഉൽപ്പാദനം ഇത്രത്തോളം കൂപ്പുകുത്തി എന്ന ചോദ്യത്തിന്റെ ഉത്തരം കേന്ദ്ര സർക്കാരിന്റെ പുതിയ ഇന്ധന നയങ്ങളാണെന്നാണ് വിലയിരുത്തൽ. കഴിഞ്ഞ കുറച്ചു കാലമായി പെട്രോളിൽ എത്തനോൾ കലർത്തുന്ന പദ്ധതി വലിയ വിപ്ലവമായി സർക്കാർ ഉയർത്തിക്കാട്ടുന്നുണ്ട്. പെട്രോളിന്റെ ഇറക്കുമതി ചെലവ് കുറക്കാനായി കരിമ്പിൽ നിന്നും അതിന്റെ മൊളോസസിൽ നിന്നും വൻതോതിൽ എത്തനോൾ വേർതിരിച്ചെടുക്കാൻ ഷുഗർ മില്ലുകൾക്ക് സർക്കാർ വലിയ ആനുകൂല്യങ്ങളും നിർദ്ദേശങ്ങളും നൽകി. ഇതിന്റെ ഫലമായി മില്ലുകൾ പഞ്ചസാര നിർമ്മിക്കുന്നതിന് പകരം കരിമ്പ് നീര് വൻതോതിൽ എത്തനോൾ ഉൽപ്പാദനത്തിലേക്ക് തിരിച്ചുവിട്ടു. ലക്ഷക്കണക്കിന് ടൺ പഞ്ചസാരയാകേണ്ട കരിമ്പുകൾ ഇത്തരത്തിൽ ഇന്ധനമായി മാറി. കാലാവസ്ഥാ വ്യതിയാനങ്ങളും രോഗബാധയും കാരണം ഇത്തവണ കരിമ്പ് ഉൽപ്പാദനം കുറയുമെന്ന് മുൻകൂട്ടി അറിയാമായിരുന്നിട്ടും വ്യക്തമായ ആസൂത്രണമില്ലാതെ കരിമ്പ് എത്തനോളിലേക്ക് തിരിച്ചുവിട്ടതാണ് രാജ്യത്ത് പഞ്ചസാരയുടെ കരുതൽ ശേഖരം 20% കുറയാൻ പ്രധാന കാരണമായത് എന്ന് സാമ്പത്തിക വിദഗ്ധരും കാർഷിക നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നു. ചുരുക്കത്തിൽ എം മണി തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞതുപോലെ പെട്രോൾ ലാഭിക്കാൻ കരിമ്പ് ഉപയോഗിച്ചു. അവസാനം പഞ്ചസാര പോലും വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യേണ്ട നാണം കെട്ട അവസ്ഥയിലേക്കാണ് രാജ്യം എത്തി നിൽക്കുന്നത്. അതേസമയം വിമർശനങ്ങൾ ഉയർന്നതോടെ പ്രതിരോധവുമായി കേന്ദ്ര പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയും ഭക്ഷ്യ മന്ത്രാലയവും രംഗത്തെത്തിയിട്ടുണ്ട്. പഞ്ചസാര വില വർധനവിന് കാരണം എത്തനോൾ നിർമ്മാണം മാത്രമല്ലെന്നാണ് കേന്ദ്രത്തിന്റെ വാദം. കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ എത്തനോളിലേക്ക് തിരിച്ചുവിട്ട കരിമ്പിന്റെ അളവ് കുറച്ചിട്ടുണ്ടെന്നും എത്തനോളിനായി ചോളവും മറ്റ് ധാന്യങ്ങളുമാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് എന്നും സർക്കാർ അവകാശപ്പെടുന്നു. രാജ്യത്തെ കരിമ്പ് കൃഷിയിടങ്ങളെ ബാധിച്ച റെഡ് ഡോട്ട് പോലുള്ള രോഗങ്ങളും പ്രതികൂല കാലാവസ്ഥയുമാണ് ഉൽപ്പാദനം കുറച്ചതെന്നാണ് സർക്കാരിന്റെ വിശദീകരണം. പ്രതികൂല കാലാവസ്ഥയും കരിമ്പ് തോട്ടങ്ങളെ ബാധിച്ച രോഗവും കാരണം ഉൽപ്പാദനം കുറയുമെന്നും വിപണിയിൽ ക്ഷാമമുണ്ടാകുമെന്നും മുൻകൂട്ടി കണക്കാക്കാൻ കേന്ദ്ര കാർഷിക ഭക്ഷ്യ മന്ത്രാലയങ്ങൾക്ക് സാധിച്ചില്ലേ എന്നും വിമർശകർ ചോദിക്കുന്നു. ഈ വർഷം തുടക്കത്തിൽ പോലും ലക്ഷക്കണക്കിന് ടൺ പഞ്ചസാര വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യാൻ സർക്കാർ അനുമതി നൽകിയിരുന്നു. കയറ്റുമതി ചെയ്യുകയും എത്തനോളിലേക്ക് തിരിച്ചുവിടുകയും ചെയ്ത ശേഷമാണ് രാജ്യത്ത് ആവശ്യത്തിന് പഞ്ചസാര ഇല്ല എന്ന സത്യം അധികൃതർ തിരിച്ചറിയുന്നത്. ഒട്ടും ദൂരക്കാഴ്ചയില്ലാത്ത നയരൂപീകരണമാണ് രാജ്യത്ത് നടന്നത് എന്ന് തെളിയിക്കുന്നതാണ് ഈ നടപടിയെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു. അന്താരാഷ്ട്ര വിപണിയിലും പഞ്ചസാരയുടെ വില വർദ്ധിച്ചു വരികയാണ്. അതുകൊണ്ട് തന്നെ തീരുവ ഒഴിവാക്കി ഇറക്കുമതി ചെയ്താൽ പോലും സാധാരണക്കാരന് കുറഞ്ഞ നിലയിൽ പഞ്ചസാര കിട്ടുമോ എന്നത് സംശയമാണ്. ഒരു വശത്ത് പെട്രോൾ വില കുറഞ്ഞതുമില്ല, മറുവശത്ത് അവശ്യ സാധനമായ പഞ്ചസാരയുടെ വില കുതിച്ചുയരുകയും ചെയ്യുന്നു. കൃത്യമായ പ്ലാനിങ്ങും മുന്നൊരുക്കവും ഇല്ലാതെ നടപ്പിലാക്കുന്ന ഇന്ധന കാർഷിക നയങ്ങൾ സാധാരണക്കാരന്റെ പോക്കറ്റ് അടിക്കുന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ പഞ്ചസാര പ്രതിസന്ധി എന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ.